മലയാളി ഫ്രം ഇന്ത്യ സിനിമ കാണാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വിസ്മയ സിനിമാസിലാണുള്ളത്, പെരിന്തൽമണ്ണ. അപ്പോൾ ഹൗസ്ഫുള്ളാണ് ഷോ കേട്ടോ. അപ്പോൾ എന്തായാലും ടിക്കറ്റ് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് നേരെ തിയേറ്ററിലേക്ക് ഓടാം ഗൈസ്. അവസാനം നല്ല ജെന്യുവിനായിട്ടുള്ള റിവ്യൂ ഒക്കെ ആയിട്ട് വരാം. മലയാളി ഫ്രം ഇന്ത്യ സിനിമ കണ്ടു കേട്ടോ. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി, അതുപോലെ തന്നെ ധ്യാൻ, അനശ്വര രാജേന്ദ്രൻ, മഞ്ജു പിള്ള, നന്ദു, അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ അതിനകത്തുണ്ട്. നമ്മുടെ നിവിൻ പോളിയാണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രമായി വന്നുള്ളത്. ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ഡിജോ ജോസ് ആൻ്റണി. നമ്മുടെ ജനഗണമനൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. ജനഗണമനൊക്കെ നല്ല ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഹാരിസ് മുഹമ്മദാണ് ഇത് എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. അപ്പോൾ സിനിമ നമ്മൾ എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് നല്ല ആവേശത്തിലാണ് നമ്മൾ സംഭവം തിയേറ്ററിലേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മൾ ഇത് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫസ്റ്റ് ഹാഫ് നമുക്ക് നല്ല കിട്ടുമായിട്ട് ഇവർ കോമഡിയും കാര്യങ്ങളൊക്കെ നല്ല വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ധ്യാനിൻ്റെ പെർഫോമൻസ്, നമ്മുടെ നിവിൻ്റെ പെർഫോമൻസ്, നിവിനൊക്കെ ശരിക്കും തിരിച്ച് വന്നു എന്നൊക്കെ നമുക്കിങ്ങനെ തിരിച്ച് വന്നു എന്ന് കരുതിയ, അങ്ങനെ പറയണം, വന്നു എന്ന് കരുതിയ ഒരു സിനിമയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്നു. പക്ഷേ സംഭവം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് നല്ല ചിരി വരുന്നുണ്ട്. ഇവർ പറയുന്ന കോമഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല, എന്താ പറയുക, ഇവർ എന്ത് പറഞ്ഞാലും ചിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിരി വരും. അപ്പോൾ പിന്നെ നിവിൻ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമ്പാക്റ്റ്, അതിൽ പകുതി ചിരിക്കാൻ വിട്ടുപോയ ആൾക്കാരൊക്കെ ഇതിൽ എന്ത് സംഭവം ചെയ്താലും തിയേറ്ററിലിരുന്ന് അങ്ങനെ ഭയങ്കര ചിരി ഇരിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്ത് ശരിക്കും ഒരു ആടുജീവിതത്തിൻ്റെ ഒരു കോമഡി വേർഷൻ എങ്ങനെ ചെയ്യുക, അതുപോലെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവർ നിവിൻ പോളി വിദേശത്തൊക്കെ പോയിട്ട് ശരിക്കും അത്രയും നല്ല ഒരു രീതിയിൽ നാട്ടുമ്പുറത്ത് നല്ല രീതിയിൽ കഥയൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ ഇവരങ്ങോട്ട് ലൈഫ്, എന്താ പറയുക, നിവിൻ പോളി നേരെ ഗൾഫിൽ പോയിട്ട് അവിടെ നിന്ന് ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും അവിടുന്ന് ഒരു പാകിസ്ഥാനിനെ പരിചയപ്പെടുന്നതും പിന്നെ അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നെ ഇമോഷണലി കണക്റ്റ് ആവുന്നതും ഇതൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടിരിക്കാൻ ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയിരുന്നു സിനിമ. സെക്കൻഡ് ഹാഫ് വന്ന സമയത്ത് ഈ നിവിൻ പോളി ഗൾഫിൽ പോയി അവിടെ നിന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു എന്തോ ഒരു സാധനം ഇങ്ങനെ കണ്ടിരിക്കുന്ന പോലെ ശരിക്കും നമുക്ക് ഒരു കാണുന്ന സമയത്ത് നമുക്കൊരു ഇത് കിട്ടിയില്ല, എന്താ പറയുക, ഉന്മേഷം കിട്ടിയില്ല ആ ഒരു പോർഷനൊന്നും. പിന്നെ കുറച്ചും കൂടി നമുക്ക് ഒരു താല്പര്യം വന്നു തുടങ്ങിയത് ലാസ്റ്റ് ആയപ്പോഴേക്കാണ്. സിനിമയുടെ ഒരു ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടെ ഒക്കെ ഒരു സിനിമ ട്രാക്ക് കയറിയ പോലെ തോന്നി. ശരിക്കും ആ നാട്ടുംപുറത്ത് തന്നെ ഇത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ജാതി മത രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഓക്കെ, തുടക്കം മുതലേ ആ ഒരു കണ്ടൻറ്റ് പിടിച്ചിട്ടാണ് സിനിമ പോകുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ ഷൈൻ ടോമിൻ്റെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ റോള് പക്ക ക്ലിയർ ആക്കിയിട്ട് പോയി. പിന്നെ നിവിൻ ഗൾഫിലെത്തിയതിന് ശേഷം ഒരു ഇന്ത്യക്കാരനെ പരിചയപ്പെടുന്നു. ആ ഇന്ത്യക്കാരുണ്ടല്ലോ ഭയങ്കര ഹൈറ്റ്, ലൗഡായിട്ട് സംസാരിക്കുന്ന വ്യക്തി, ഭയങ്കര അഭിനയം കേട്ടോ. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് വിളിക്കാത്ത ഇഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ളൊരു സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടാളും തമ്മിലുള്ള കോമ്പിനേഷനും അതുപോലെ തന്നെ ഇമോഷണലി കണക്റ്റ് ആവുന്നതും ഒക്കെ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള കുറച്ച് കോമ്പിനേഷൻ, ഇവർ തമ്മിലുള്ള കുറച്ച് സീനുകളുണ്ട്. പക്ഷെ അതൊക്കെ ഇവർ 2 പേരും മാത്രമാണ് അഭിനയിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആടുജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും അധികം പേരൊന്നുമില്ല, പക്ഷേ അത് അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ കണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തും കുറച്ച് കോമഡി അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ആടുജീവിതം എന്ന് പറയുന്നത്, നമ്മൾ ആടുജീവിതം ഇത് ഇങ്ങനത്തെ ഒരു മൂവിയാണ് എന്ന് കരുതിയിട്ട് സിനിമ കാണാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു എൻ്റർടൈൻമെൻറ്റിന് നമ്മൾ കയറിയിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ശരിക്കും ലാഗായിപ്പോയി. ലാഗല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓളല്ലാത്തൊരവസ്ഥയായിരുന്നു കുറച്ച് സമയത്തേക്ക്. പിന്നെ ലാസ്റ്റ് 10-20 മിനിറ്റാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു
രസം കിട്ടുന്ന സിനിമ. പ്രത്യേകിച്ചും ആ ഒരു കുട്ടിയുണ്ട്, ഒരു കുട്ടിയുടെ ഒരു ഹിന്ദിക്കാരി കുട്ടി, ആ കുട്ടിയുടെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ക, ഒന്നും പറയാനില്ല. അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ കണ്ടിരുന്ന് പോവും. പിന്നെ കേരളത്തെക്കുറിച്ച് പറയുന്നതും ഇന്ത്യയെക്കുറിച്ച് പറയുന്നതൊക്കെ ഭയങ്കര രസമുണ്ട് കേൾക്കാൻ, കണ്ടിരിക്കാൻ. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഒരു റൂട്ടിൽ കയറിയ പോലെയാണ് സിനിമ തോന്നിയെങ്കിലും അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അതൊന്നും എനിക്കത്ര വർക്ക് ആയില്ല ഗൈസ്. ഓക്കെ.